നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ചില ആളുകളുടെ സ്കിന്നിൽ, പ്രത്യേകിച്ച് കഴുത്തിൽ അല്ലെ തൊലി മടക്കുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ഡിസ്കളറേഷനാണ്. അപ്പോൾ ഇത് മാറുന്നതിന് പല ക്രീമുകളും വാങ്ങി ആളുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇതിനും പ്രമേഹത്തിനും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണ്? ഇതിനുള്ള പരിഹാര മാർഗ്ഗം എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, അങ്ങനെയാണ് നമ്മളിതിനെ മെഡിക്കൽ ടേമിൽ വിളിക്കുന്നത്. ഇപ്പോൾ പ്രമേഹമുള്ള ടൈപ്പ് 2 ഡയബറ്റിക് ഉള്ള ആളുകളിൽ പലരും വിചാരിക്കുന്ന പോലെ ഇൻസുലിൻ്റെ അളവ് കുറവല്ല, കൂടുതലായിരിക്കും. ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രമേഹമുള്ളവരിൽ ഇൻസുലിൻ്റെ അളവ് കൂടുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം, കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഈ ഇൻസുലിൻ നമ്മളുടെ സ്കിന്നിൽ, ത്വക്കിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ഫലമായിട്ട് സ്കിന്നിൻ്റെ കട്ടി കൂടും, അതുപോലെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ, ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടാകും. മനസ്സിലായില്ല? അങ്ങനെയാണ് ഇതൊരു വെൽവെറ്റി അപ്പിയറൻസ് എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതിന്റെ പരിഹാര മാർഗ്ഗം എന്താണ്? നമ്മൾ ആയുർവേദത്തിൽ ഏലാദിഗണം അല്ലെങ്കിൽ കുങ്കുമാതി പോലുള്ള മരുന്നുകൾ, വർണ്ണീയമായിട്ടുള്ള ത്വക്ക് പ്രസാദകരമായിട്ടുള്ള മരുന്നുകളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന എക്സ്റ്റേണലി. അതിപ്പം ആളുകളുടെ സ്കിൻ ടൈപ്പ് നോക്കി ഓയിലി ആണോ ഡ്രൈ സ്കിൻ ആണോ അതനുസരിച്ച് നമ്മൾ തൈലങ്ങൾ അല്ലെങ്കിൽ ലേപനങ്ങളൊക്കെ സെലക്ട് ചെയ്യും. ഉള്ളിലേക്ക് ചില മരുന്നുകൾ നമ്മൾ കഴിക്കാനായിട്ടും കൊടുക്കും. ഇതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇൻസുലിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കണം. എന്തുകൊണ്ടാണ് ഇൻസുലിൻ്റെ അളവ് കൂടിയത്? നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് കുറയ്ക്കണമെങ്കിൽ നമ്മളുടെ അമിതവണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കണം, ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടി ചെയ്യണം. അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പരിപൂർണമായിട്ടും ഇതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ എഫക്റ്റീവാണ് ഇതിനുള്ള ചികിത്സ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.